ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക, ഈ കേരളം ലോകോത്തരമായ രീതിയിൽ വളരണം. ഞാൻ നേരത്തെ പറഞ്ഞ പട്ടിണി അവസാനിപ്പിക്കാൻ പോവാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമാണ്. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയിലൊന്നാണ്. 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും വീട് നൽകിയിട്ടുണ്ട്. ഇനിയും വീട് നൽകേണ്ടി വരും. അത് ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഉൾപ്പെടെ ചേർന്ന് ഇനി ആർക്കാണ് വീട് വേണ്ടത് എന്ന് മനസ്സിലാക്കി ആവശ്യമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നമുക്ക് വീട് കൊടുക്കാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ വീടില്ലാത്തവർക്ക് മുഴുവൻ വീട്, വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ വളർച്ച, ആതുര ശുശ്രൂഷ രംഗം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കോവിഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും എല്ലാം ലോകം ശ്രദ്ധിച്ചത് ഈ കേരളത്തെയാണ്. കേരളം എന്ത് അത്ഭുതമാണെന്നാണ് അവർ ചോദിച്ചു. കേരളം വിസ്മയം തീർക്കുന്ന രീതിയിൽ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം കൈകാര്യം ചെയ്തു. ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കേരളമാണ് ലോകത്തിൻ്റെ മുമ്പിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിത്ത രാജ്യത്തിലെ സംസ്ഥാനം, ഒരു നാട്. അതിന് അമേരിക്ക ഉൾപ്പെടെ രാജ്യമായിട്ടാണ് കണക്കാക്കിയിട്ട് വിശകലനം ചെയ്തത്. അങ്ങനെയാണ് ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവരെ കൃത്യമായിട്ട് അവാർഡ് കൊടുക്കാൻ ഉൾപ്പെടെ അവർ തീരുമാനിച്ചത്. നിങ്ങൾ കാണണം. അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ 1-ാം സ്ഥാനത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ 1-ാം സ്ഥാനത്ത്. പക്ഷെ നമുക്ക് ഫണ്ട് തരില്ല. ഫണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ അവസാനം, നമ്മുടെ പേരേ ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് അഭിമുഖീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞും തർമ്മവും ഇല്ലാതിരിക്കുമോ? അതിൻ്റെ മറുപടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. നിങ്ങൾ കേന്ദ്രം ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ലെങ്കിലും കോൺഗ്രസ്സുകാരും BJPക്കാരും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ പറയുന്ന SDPI ഉൾപ്പെടെയുള്ളവർ സമരം നടത്തിയിട്ട് അത് പൂട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെ അതിജീവിച്ച് ഞങ്ങൾ ഈ കേരളത്തിൽ ലോകോത്തരമായ ഒരു പദ്ധതിക്ക് രൂപം നൽകിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് 2-ാം തീയതി ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ ലോകത്തിന് സമർപ്പിക്കാൻ സാധിച്ച കേരള പദ്ധതി. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ 4-ാം വാർഷികം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പരിപാടികളാണ്. ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇനിയും ഞങ്ങൾ ഒരു കൊല്ലക്കാലം ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കും. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രത്തിലെ 2-ാമത്തെ ടേം കഴിഞ്ഞ് 3-ാമത്തെ ടേമിലേക്ക് ഈ ഗവൺമെന്റിനെ നയിക്കുകയും ചെയ്യും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആര് നയിക്കുന്ന? സുധാകരനെ പുറത്താക്കാൻ നടക്കുക കുറേ എണ്ണം. സുധാകരൻ പറഞ്ഞത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പുറത്തൊന്നും പോകേണ്ട പരിപാടിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് സുധാകരൻ. അപ്പോഴാണ് മുരളീധരൻ്റെ പരിഹാസം. മുരളീധരൻ പറഞ്ഞെന്താ? ഫോട്ടോ കണ്ടാൽ ആൾക്ക് തിരിച്ചറിയണം ഇതാ പ്രസിഡന്റ് എന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? എവിടെയോ ഒരു മൂലം കുത്തിയിരിക്കുന്ന ഒരാളെ പ്രസിഡന്റാക്കിയാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അത് ആക്കണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ പച്ച മലയാളം. അതുകൊണ്ട് സുധാകരൻ തന്നെ മതി എന്നാണ് മുരളിയുടെ അഭിപ്രായം. രമേശ് ചെന്നിത്തലയും പറയുന്നത് എന്തിനാണ് ഇപ്പോൾ സുധാകരനെ ഒഴിവാക്കേണ്ടത്? ഒഴിവാക്കേണ്ടിയില്ല എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെല്ലാം അതുപോലെ ശശി തരൂർ പറയുന്നത് ഈ സുധാകരൻ തന്നെ മതി എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. നിങ്ങൾ ആരെയാ തീരുമാനിച്ചാലും കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്. CPM എന്താ പ്രശ്നം? എന്നോട് ഇന്ന് രാവിലെ പത്രക്കാർ ചോദിച്ചു, അല്ല ഇങ്ങനെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് കുഴപ്പമാണ്. ഇത് പ്രസിഡന്റ് ആവാനുള്ള കുഴപ്പമല്ല, ഇത് മുഖ്യമന്ത്രി ആവാനുള്ള കുഴപ്പമാണ്. 5 എണ്ണം ഉണ്ട് മുഖ്യമന്ത്രിയാവാൻ കേട്ടാ. അതോടുകൂടി ഉറപ്പല്ലേ? ഞണ്ടിൻ്റെ സൈസാ, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കും, തീരൂല. 5 ആൾ മുഖ്യമന്ത്രിയാവാൻ തീരുമാനിച്ചത് സമരം നടത്തിയാൽ എവിടെയാണ് രക്ഷപ്പെടുക? അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രസിഡന്റും പോവും, അതുപോലെ തന്നെ കോൺഗ്രസും പോവും. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ മനോരമയും മാതൃഭൂമിയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവരിങ്ങനെ പൊക്കിക്കൊണ്ടുവരിക. എവിടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഇവർക്കൊരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയില്ല. കാരണം നാഷണൽ ഹൈവേ 66 വേണ്ട എന്ന് പറഞ്ഞ നിങ്ങളുടെ നിലപാട് വെച്ചുകൊണ്ട് കേരളത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും? ആ റോഡ് കാണുന്ന ആൾ, കേരള പദ്ധതി മനസ്സിലാക്കിയ ആൾ, വിഴിഞ്ഞ പദ്ധതി മനസ്സിലാക്കിയിട്ട് ആളുകൾ. അപ്പോൾ വികസനം കേരളത്തിൻ്റെ മുഖമുദ്രയായിട്ട് മാറ്റിയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഒരു മുതലാളി പുതിയ പാർട്ടി നേതാവായി വന്നത്. ആരാ? ഒരു വലിയ കോർപ്പറേറ്റ് നേതാവ് മുതലാളി. ഇപ്പോൾ ടാറ്റയെ പോലെ ബിർളയെ പോലെ ഉള്ള ഒരു മുതലാളി കേരളത്തിലെ ഒരു പാർട്ടി. അത് കേരളത്തിലെ ചരിത്രത്തിൽ ഇല്ലാതാട്ടോ. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചിത്രം പൊതുവെ പരിശോധിച്ച് നോക്കിയാൽ ഈ വലിയ മുതലാളിമാരൊന്നും പാർട്ടി നേതൃത്വത്തിലില്ല. ഇവിടെ കേരളത്തിലില്ല. അങ്ങനെയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. വലിയ കോർപ്പറേറ്റാണ്. കർണാടകത്തെ ആ സാമ്രാജ്യം മുഴുവൻ. കേരളത്തിൽ ചില പേരുകളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു പ്രസംഗം, അതേ കർണാടകത്തിൽ നിന്ന് വന്നിരിക്കുക ഈ കേരളത്തിലേക്ക്. ഈ കേരളത്തിൻ്റെ പാരമ്പര്യം എന്താണ്, ചരിത്രം എന്താണ്, അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ
ഒരു പ്രസംഗം കൊണ്ട് നടത്തുക. എന്താ പ്രസംഗിച്ച് പറഞ്ഞറിയോ? കോൺഗ്രസും CPM-ഉം ഒരേപോലെ അഴിമതിക്കാരാണ് എന്നാണ്. ഞാനിന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് രാവിലെ ആ പത്രം വായിച്ചതിന് ശേഷം. ധൈര്യം ഉണ്ടെങ്കിൽ പറ, CPIM-ന്റെ മന്ത്രിമാരോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മന്ത്രിമാരോ CPIM-ന്റെ ആരെങ്കിലുമോ ഏതെങ്കിലും രീതിയിൽ അഴിമതി നടത്തി ഇതാ അഴിമതി എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ രാവിലെ വന്നത്. ആലുവയിൽ ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല കേട്ടാ. ഇങ്ങളെ പോലെ കോടാനുകോടി ഉറുപ്പിയുടെ മൂലധനവും വെച്ച് കൈകാര്യം ചെയ്യുന്നവരൊന്നുമല്ല ഞങ്ങൾ. അഴിമതി നടത്തിയ ഒരാളെയും ഈ പാർട്ടിയിൽ നിലനിർത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഉറപ്പ്, ഗ്യാരണ്ടി. തെറ്റായ ഒരു പ്രവണതയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ പാർട്ടിയായി ഈ പാർട്ടി. അതുകൊണ്ട് തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടാക്കിയ പാർട്ടിയെ സംബന്ധിച്ച് വെറുതെ പത്രക്കാരെ കാണുമ്പോൾ CPIM-ഉം കോൺഗ്രസും ഒരുപോലെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കള്ളപ്രചാരവേല ഞാൻ പറയാൻ പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. പറയട്ടെ. നിങ്ങളെപ്പറ്റി 1000 പ്രാവശ്യം ഞങ്ങൾക്ക് പറയാം. ഒറ്റ ഒരു കാര്യം പറഞ്ഞാൽ മതി. ഭരണഘടനാപരമായി നിങ്ങൾ ഒരു കാര്യം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഭാഗമായി ഇലക്ട്രോണൽ ബോണ്ട് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കി. ഞങ്ങൾ അന്തരിച്ച സഖാവ് സീതാറാം യെച്ചൂരിയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയിൽ പോയത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. കുറേ പെറ്റീഷൻ പറയും വന്നു. അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. നിങ്ങൾ എത്ര 1000 കോടി ഉറുപ്പിക ഉണ്ടാക്കി BJP-ക്കാരെ? 8500 കോടി ഉറുപ്പികയാണ് ഭരണഘടനാ വിരുദ്ധമായി ഈ രാജ്യത്തിലെ കള്ളപ്പണക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് നിങ്ങൾ സ്വരൂപിച്ചത്. കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വന്നല്ലോ, കാര്യങ്ങൾ പുറത്തു വന്നില്ലേ, നമ്മളെല്ലാം കണ്ടില്ലേ? എന്നിട്ട് അങ്ങനെയുള്ള ഒരു പാർട്ടിൻ്റെ നേതാവ് കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും CPIM-ഉം അഴിമതിക്കാരാണ് എന്ന് പ്രസംഗിച്ചാൽ അതിന് വഴങ്ങും ഈ കേരളത്തിലെ ജനങ്ങളെന്നോ അതിന് വഴങ്ങും ഈ പാർട്ടിയെന്നോ നിങ്ങൾ ധരിക്കണ്ട എന്ന് മാത്രമേ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. ശുദ്ധമായ കൈവയാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൈ. തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ അനുവദിക്കില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടി മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കള്ളപ്രചാര വേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്.